ഇവിടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാനോ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ വിലയിരുത്താനോ അവരെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. മുഖ്യമന്ത്രി അവിടെ പ്രസംഗ മത്സരത്തിന് വന്നതുമല്ല. അതുകൊണ്ട് തന്നെ ആ അഭിപ്രായം അനൗചിത്യമായി പോയി എന്നതാണ് യാഥാർത്ഥ്യം. ഹലോ, അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട കേട്ടോ. നിങ്ങൾ അടുത്ത ആളെ വിളിച്ചാൽ മതി. ഒരു അവതാരക മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് തന്റെ സീറ്റിലേക്ക് മടങ്ങുമ്പോൾ പറഞ്ഞ ഡയലോഗും അതിന് മുഖ്യമന്ത്രിയുടെ മറുപടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശകാരവുമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. മുഖ്യമന്ത്രിയുടെ ദേഷ്യം, ധാർഷ്ട്യം ഒക്കെയാണ് ആൾക്കാർ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും ദേഷ്യവും ഒന്നും കേരളക്കാർക്ക് പുത്തരിയല്ല, കുറേ അധികം കണ്ടിട്ടുള്ളതാണ്. മൈക്കിൽ ഹോളിംഗ് വരുമ്പോൾ മൈക്ക് സെറ്റുകാരനെതിരെ കേസെടുക്കുന്നതും താൻ പ്രസംഗം തീർക്കുന്നതിന് മുമ്പ് ഇടയ്ക്ക് കയറി സംസാരിച്ച അവതാരകയെ വഴക്ക് പറയുന്നതും അതിൽ ദേഷ്യപ്പെട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി താൻ പ്രസംഗം തുടങ്ങുന്നതും എല്ലാം മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ച് ഇതൊന്നും പുതുമയുള്ള കാര്യങ്ങളല്ല. ഇതിൽ ഏറ്റവും നല്ല ഒരു ഇതായിരുന്നത് മൈക്കിൽ ഹോളിംഗ് വന്നതിന് മൈക്ക് സെറ്റുകാരനെതിരെ കേസെടുത്തതാണ്. എന്തായാലും ഇന്നലത്തെ ഈ സംഭവത്തിൽ ചെറുതല്ലാത്തൊരു മിസ്റ്റേക്ക് അവതാരകയ്ക്കും ഉണ്ട് എന്നതാണ് സത്യം. താങ്ക് യു സാർ എന്ന് പറഞ്ഞ് ഒതുക്കേണ്ടടുത്ത് ഒരല്പം സോപ്പ് കൂടി ഇരുന്നോട്ടെ എന്ന് കരുതിയാവണം അവർ ആഡ് ചെയ്തത്. വളരെ നല്ല ഒരു ഉദ്ഘാടന പ്രസംഗമാണ് കാഴ്ചവെച്ചത്. ഇവിടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാനോ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ വിലയിരുത്താനോ അവരെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. മുഖ്യമന്ത്രി അവിടെ പ്രസംഗ മത്സരത്തിന് വന്നതുമല്ല. അതുകൊണ്ട് തന്നെ ആ അഭിപ്രായം അനൗചിത്യമായി പോയി എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ അത് കേട്ട ഉടനെ സ്റ്റേജിൽ നിന്നുകൊണ്ട് തന്നെ അവതാരകയെ ശകാരിക്കുന്നത് താൻ എന്തോ ആയി, താൻ തമ്പ്രാനാണെന്നും ബാക്കിയുള്ളവരെല്ലാം പ്രജകളാണെന്നും എന്നുള്ള മനോഭാവത്തിൽ നിന്നുമാണ് വരുന്നത്. കാരണം തൻ്റെ താഴെയുള്ളവരാണ് ബാക്കിയുള്ളവരെല്ലാം എന്ന് തോന്നൽ വരുമ്പോഴാണ് ഒരാൾ ഈ രീതിയിൽ പ്രതികരിക്കുന്നത്. ആ സ്റ്റേജിൽ ഗവർണറോ മുഖ്യമന്ത്രിയേക്കാൾ ഉയർന്ന സ്ഥാനങ്ങളുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി അങ്ങനെ പ്രതികരിക്കില്ലായിരുന്നു. താൻ തമ്പ്രാനാണ്, താൻ രാജാവാണ്, കേരളക്കര ഭരിക്കുന്ന രാജാവാണ് താൻ എന്ന ചിന്ത ആ തലച്ചോറിൽ ഉറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരമൊരു അഭിപ്രായം, ഇത്തരമൊരു പെരുമാറ്റം അവിടെ നിന്ന് വന്നത്. ഓരോരുത്തരും പ്രശ്നങ്ങളെ സമീപിക്കുന്ന രീതി ഓരോന്നായിരിക്കും. അവരുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവർ വളർന്നു വരുന്ന ജീവിത രീതി അനുസരിച്ചായിരിക്കും പലപ്പോഴും അവർ ഒരു പ്രശ്നത്തെ നേരിടുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഇതുപോലൊരു പ്രശ്നമുണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ മൈക്ക് പ്രവർത്തിച്ചില്ല. അതിനെ തുടർന്ന് അദ്ദേഹത്തോട് പറഞ്ഞു മറ്റൊരു മൈക്കിലേക്ക് പോകാൻ. അദ്ദേഹം മറ്റൊരു മൈക്കിലേക്ക് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി തന്നെ പോയി. അവിടെ ചെന്നപ്പോൾ ആ മൈക്കും വർക്ക് ചെയ്യുന്നില്ല. അദ്ദേഹത്തോട് പറഞ്ഞു ആദ്യത്തെ മൈക്കിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, ആദ്യത്തെ മൈക്കിൽ തന്നെയാണ് ശബ്ദം വരുന്നത്, അങ്ങോട്ടേക്ക് തിരിച്ചു ചെല്ലാൻ. അദ്ദേഹം യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ എന്നാൽ മുഖത്തൊരു പുഞ്ചിരിയോടുകൂടി തന്നെ ആദ്യത്തെ മൈക്കിലേക്ക് മടങ്ങിപ്പോയി. അതാണ് രാഹുൽ ഗാന്ധിയുടെ രീതി. അദ്ദേഹം എല്ലാത്തിനെയും പോസിറ്റീവായി എടുക്കുകയും ഇത്തരം കാര്യങ്ങളിൽ, ഇത്തരം ചെറിയ കാര്യങ്ങളിൽ തല പുകയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇതുപോലൊരു സംഭവം ഉണ്ടായപ്പോൾ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്ന മൈക്ക് ഓഫായി പോയപ്പോൾ അദ്ദേഹം ആ നെഗറ്റീവ് സിറ്റുവേഷനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. അവിടെ അദ്ദേഹത്തിനൊരു ഓപ്പർച്യൂണിറ്റി കണ്ടു. അദ്ദേഹം പറഞ്ഞത് സാധാരണഗതിയിൽ ഈ പരിപാടിയെ അധികം ന്യൂസ് ചാനലുകളോ മീഡിയകളോ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ ഇനി എന്തായാലും എല്ലാ ന്യൂസ് ചാനലുകളും പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് നന്ദി മൈക്ക് ഓപ്പറേറ്ററെ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു നാളത്തെ പത്രത്തിൽ വരാൻ പോകുന്ന വാർത്ത എന്തെന്ന് വെച്ചാൽ മോദിയുടെ ഉത്തരം മുട്ടിപ്പോയി എന്നായിരിക്കും എന്നാണ്. അതായത് ഇത്തരമൊരു നെഗറ്റീവ് സിറ്റുവേഷനെ പ്രധാനമന്ത്രിയും പോസിറ്റീവായിട്ടാണ് എടുത്തത്. അപ്പോൾ ആകെ മൊത്തം പറഞ്ഞാൽ ഓരോരുത്തരും സെയിം പ്രശ്നത്തെ നേരിടുന്നത് ഓരോ രീതിയിലാണ്. ഒരാൾ ചെറിയ പ്രശ്നം വന്നാൽ പോലും അതിനെ വലുതാക്കി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും. അതല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ അവരെ തേടി വന്നുകൊണ്ടേയിരിക്കും. മറ്റൊരാൾ പ്രശ്നമുണ്ടായാലും അതൊന്നും ബാധിക്കാത്ത രീതിയിൽ പോസിറ്റീവായി കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യും, പുതിയ സൊല്യൂഷൻസ് തേടിക്കൊണ്ടിരിക്കും. അപ്പോഴൊന്നും ഈ പ്രശ്നം അവരെ ബാധിക്കുന്നില്ല. മൂന്നാമത്തെ കൂട്ടർ ഇത്തരം പ്രശ്നങ്ങളിലും ഇത്തരം നെഗറ്റീവ് കണ്ടീഷൻസിലും ഒരു പോസിറ്റീവ് ഫാക്ടർ കണ്ടെത്തും, അതിലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തും, അതിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യും. ഇതിൽ ആദ്യത്തെ വിഭാഗത്തിലാണ് നിങ്ങൾ പെടുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിക്കൊള്ളുക, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നിങ്ങളെ തേടി എത്തിക്കൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ മൈക്ക് ഹോളിങ്ങിൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഇടയ്ക്ക് കയറി സംസാരിക്കുന്ന അവതാരകയുടെ രൂപത്തിലായിരിക്കാം, അതുമല്ലെങ്കിൽ പ്രസംഗത്തെ വിലയിരുത്തുന്ന അവതാരകയുടെ രൂപത്തിലായിരിക്കാം. എന്തായാലും പ്രശ്നങ്ങൾ ഓരോന്നായി തേടി വരും. അതുകൊണ്ട് പോസിറ്റീവായിരിക്കുക, പ്രശ്നങ്ങളിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന കാര്യം തിരിച്ചറിയുക.
ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിൽ ആദ്യത്തെ തെറ്റ് അവതാരകയുടേതാണ്, രണ്ടാമത്തെ തെറ്റ് തനിക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിക്കുന്ന മുഖ്യമന്ത്രിയുടേതും. താങ്ക് യു.